ഗൈസ്, അപ്പം ഇന്ന് നമ്മുടെ ലാസ്റ്റ് വ്ളോഗാണ്. ഞാൻ തിരിച്ച് നാളെ 9:05 ഉള്ള ബസ്സിൽ വയനാട്ടിലേക്ക് കയറുകയാണ്. എൻ്റെ ഇവിടുത്തെ കോഴ്സ് കഴിഞ്ഞു. ഇനി 6-ാം തീയതി ഇനി 6-ാം തീയതി ഭാഗ്യമുണ്ടെങ്കിൽ ഇടുക്കിക്ക് പോവുകയാണെങ്കിൽ ഞാൻ വ്ളോഗ് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇന്നിപ്പോൾ ഞാൻ പോകുന്നുണ്ട്. ആൻസിന് ഇങ്ങോട്ട് വന്നാണ്. കുറച്ച് കഴിയുമ്പോൾ ദീപിച്ചേട്ടയും ബേസിനൊക്കെ വരാമെന്ന് പറഞ്ഞ് അവരെത്തും. അപ്പോൾ ഞാനും ആൻസിനും കൂടി ഐസ് ബോട്ടിൽ ഒരു ഐസ് കഴിക്കാൻ കയറുകയാണ്. അപ്പം ഇതാണ് അപ്പോൾ ഐസ് എടുത്തിട്ടുണ്ട്. അവനൊരു അവക്കാടയും ഞാനൊരു ഓറിയാണ് എടുത്ത്. അതാണ് ഐസ് ബോട്ടിൽ മൊത്തം കാണിച്ചു തരാതെ. എത്ര ഉള്ളൂ ഫ്രാൻസാ കഴിക്കല്ലേ? അത്ര തണുപ്പാണ് ഗൈസ്. അപ്പോൾ ദീപ്ചന്ദ്രനൊക്കെ വന്നിട്ട് ബാക്കി കാണാം. ഗൈസ്, നമ്മൾ 2ാമത് മത്സരിക്കുവാണ്. ഇല്ല, ഞാൻ പറയാൻ പോളാം. അല്ല, ഞാനെടുത്ത് നറുനേണ്ടി നിന്റെ ജാക്ക് ഫ്രൂട്ട്. ചക്കയുടെ ഒക്കെ ടേസ്റ്റ്. വീട്ടിൽ ചക്കട ഇറങ്ങും, അത് വേണ്ടെന്ന് പറഞ്ഞാണ് ഇവിടെ വന്നത്. അപ്പോഴാണ് ഇവിടെ ചക്കടയുടെ അതേ ടേസ്റ്റ്. പല്ല് തണുത്ത് കഴിയുമ്പോൾ തലവേദന എടുക്കും. അതുകൊണ്ട് ഇത്ര കഷ്ടപ്പെടുന്നു. ഗൈസ്, നമ്മൾ ഐസ് ബോട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പം തറവാടിൻ്റെ ചോട്ടിയാണ് കുത്തിയിരിക്കുകയാണ്. കടയുണ്ടോ? അങ്ങോട്ട് സബ് സ്റ്റേഷൻ, മേളിലേക്ക് MA കോളേജ് ഉണ്ട്. നമ്മളിങ്ങനെ നാട് വേണ്ടി എല്ലാ കടയിലും കയറണം. അതാണ് നമ്മുടെ ലക്ഷ്യം. എന്നാ കോളേജ് റോട്ടിൽ പോവാം. ഞാനിപ്പോൾ വരാം. കോളേജ് റോഡിൽ പോവാം. ഗൈസ്, ഇതാണ് MA കോളേജിലേക്കുള്ള വഴി. നമ്മളപ്പോൾ MA കോളേജിലേക്കുള്ള റോട്ടിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും ആൻസണം കോളേജിൻ്റെ അവിടെ നടന്നിട്ട് കാണാം. ഗൈസ്, ദീപിച്ചേട്ടനെ ആരാണ്ട് പുറത്തൊരിട്ട് കുട്ടിയിട്ടിട്ട് പോയി. ആ ചെറുക്കൻ ചായ കുടിക്കാൻ പോയി. നമ്മൾ ദീപിച്ചേട്ടന് കൂട്ടിന് പോവാണ്. നമ്മളിങ്ങനെ എല്ലാ ദിവസവും നാട് കണ്ടിറങ്ങും. ഇന്നത്തോടെ നാട് കണ്ടിൽ തീരും. ഈ നാട് ഗൈസ്, ദീപിച്ചേട്ടനെ ആരാണ്ട് പുറത്തൊരിട്ട് കുറ്റിയിട്ടിട്ട് പോയി. അപ്പോൾ നമ്മളിങ്ങനെ ദീപിച്ചേട്ടന് കൂട്ടിന് പോവാണ്. നമ്മളെല്ലാ ദിവസവും ഞാൻ നാട് ചുറ്റാറക്കും. ഉള്ള കടയെല്ലാം കയറും. അവിടെ തറവാട്ടിലുണ്ടെന്നാണ് പറയണേ കൂടെയുള്ള പയ്യൻ. എന്തായാലും നമുക്ക് അവനെ പോയി കണ്ടുപിടിക്കാം. പിന്നെ അവിടെ എവിടെയോ ഉണ്ട്. എന്തായാലും തറവാട് ഗൈസ്, ഇവിടെ ഒരു കുഞ്ഞിക്കൊച്ച് അതിനെ കെവിൻ കളിപ്പിക്കുകയാണ്. ഗൈസ്, നമ്മൾ ദീപിച്ചേട്ടൻ്റെ ഫ്ലാറ്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ഇന്ന് നമ്മുടെ കൂട്ടുകാരന്മാരില്ല. ബേസിൽ ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞ പോലെ ബുള്ളറ്റിലൊന്ന് തെന്നി വീണുകൊണ്ട് തൊലിയൊക്കെ പോയിട്ട് വീട്ടിലിരിക്കുകയാണ്. ഹരിയാണെങ്കിൽ നേരത്തെ വീട്ടിൽ പോയി. അപ്പം നമ്മൾ ദീപിച്ചേട്ടൻ്റെ കൂടെ വീണ്ടും ചായ കുടിക്കാൻ ഇറങ്ങുവാണ്. അയ്യോ, 2 കിലോമീറ്റർ നമ്മൾ നടന്നു. ശരി ഗൈസ്, കുറേ ദൂരം അനാവശ്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നാലും ഇതൊരു വൈബാണ്. ഇനിയിപ്പോൾ നീ IELTS പിള്ളേരെ മിസ് ചെയ്ത് പിന്നെ തീർച്ചയായും ഇവിടെ വന്നേ പിന്നെ ഒന്ന് സെറ്റായി അടിച്ചു പൊളിച്ച് വരുമ്പോഴാണ് എൻ്റെ ക്ലാസ് കഴിഞ്ഞത്. എന്തായാലും നമുക്ക് ദീപിച്ചേട്ടൻ്റെ ഫ്ലാറ്റിൽ കയറിയിട്ട് ചെയ്യാം. ഗൈസ്, നമ്മളങ്ങനെ അവസാനം എത്തി. ദീപിച്ചേട്ടൻ ഞാനും ദീപിച്ചേട്ടൻ ഒരേ ബിരിയാണി മച്ചാനാണ് താക്കോൽ എടുത്തോണ്ട് പോയത്. അപ്പോൾ ഗൈസ്, ഇനിയിപ്പോൾ കുറച്ച് നേരം ഇവിടെ വർത്താനം പറഞ്ഞിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ചായ കുടിക്കാൻ പോകില്ല. നാളെ ഒരു ചായയും കുടിച്ചിട്ട് 3 നേരം 3 വഴിക്ക് ഞാൻ വയനാട്ടിലേക്ക്, ദീപിച്ചേട്ടൻ ആൻറ്റി വീട്ടിലേക്ക്. ആൻറ്റി വീട് എവിടെയെന്ന് ആൻറ്റി വീട് സിത്തമ്പടി എന്ന് പറയും. അങ്ങനെയൊക്കെ ചോദിച്ചാൽ പോത്താനിക്കാട് പോണ വഴി അത്ര. പിന്നെ നമ്മളിവിടുന്ന് 7-ാം തീയതി രാത്രി പോകണം. ഈവനിങ് ബീച്ച് ഫുള്ള് കറക്കാം. രാത്രി ചിക്കൻ ഗ്രില്ല്, 2 ഫുൾ ചിക്കൻ ഗ്രില്ല്. അതെ, ദീപിച്ചേട്ടൻ വന്നു ബൈക്കിൽ കൊണ്ട്. ദീപിച്ചേട്ടനും ആൻസ് എടാ ബാഗിൻ്റെ സിബ് അടച്ചിട്ടില്ല. ദീപിച്ചേട്ടനും ആൻസിനും ഇറങ്ങുവാണ്.
അപ്പോൾ ഗൈസ് ഇവർ യാത്രയായി, ഞാൻ യാത്രയാണ്. അപ്പോൾ ദീപിച്ചേട്ടേ ബൈ, ഞാൻ നാളെ പോവാ. അപ്പോൾ ഗൈസ് അവരും പോയി. അങ്ങനെ ഇവിടുത്തെ 2 മാസത്തെ ഭൂതമംഗലം ജീവിതം എൻ്റെ കഴിഞ്ഞ് ഞാൻ നാളെ പോവാണ്. ശരിക്കും പറഞ്ഞാൽ സങ്കടമുണ്ട്, കാരണം ഞങ്ങളിവിടെ നല്ല കമ്പനി ആയതായിരുന്നു. ഞാൻ, ആൻസൺ, ദീപിച്ചേട്ടായി, ബേസിൽ, ഹരി, മിൻലേട്ടൻ, അലൻ, അതെല്ലാവരും അത്യാവശ്യം നല്ല ടീംസായിട്ട് നല്ലൊരു വൈബിൽ പോവായിരുന്നു. അപ്പോഴാണ് അവർ എക്സാം ബാച്ചിൽ കയറി. എൻ്റെ ഇവിടുത്തെ കഴിഞ്ഞു, ഞാനിപ്പോൾ എക്സാം എഴുതുന്നില്ല, ലേറ്റായിട്ട് എഴുതുന്നു. അപ്പോൾ എൻ്റെയും കഴിഞ്ഞു. നാട്ടിലേക്ക് ഞാൻ കയറാൻ വെച്ചു. ഇപ്പോൾ ഞങ്ങൾ 7-ാം തീയതി ഇടുക്കി പോകാനൊരു പ്ലാനുണ്ട്. ഞാനിപ്പം ഇവിടെ നിന്ന് ഇടുക്കി പോയിട്ട് വീട്ടിൽ പോകാനായിരുന്നു. പിന്നെ എനിക്ക് നാട്ടിൽ ചെല്ലേണ്ട കുറച്ച് അത്യാവശ്യം ഉള്ളതുകൊണ്ട് ഈ ആഴ്ച തന്നെ പോകാമെന്ന് വെച്ചു. അപ്പം നാട്ടിൽ നിന്ന് വിടുവാണേൽ, ഇടുക്കി വരെ വിടുവാണേൽ ഞാൻ 7-ാം തീയതി പോയില്ല. ബേസിൽ ഹരി, ആൻസൺ, ദീപിച്ചേട്ടാ അവർ വീഡിയോ എടുക്കും. ഞാനത് എടുത്തിട്ട് ഞാനത് അപ്ലോഡ് ചെയ്യുന്നതുമായിരിക്കും. അപ്പം കോതമംഗലം സീരീസ് ഇന്ന് ഇവിടെ തീരുകയാണ്. ബൈ. അപ്പോൾ ഗൈസ് ഇന്നാണ് ഞാൻ പോകുന്നത്. അപ്പം ബേസിലെൻ്റെ ഹോസ്റ്റലിൽ വന്നതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കോതമംഗലം ടൗൺ വരെ പോകണം, കുറച്ച് സാധനം എടുക്കാണ്ട്, അതെടുത്തിട്ട് ഇതാക്കുക. അപ്പം ബേസിലിനെയും കൂടി കിട്ടി. ഇനിയിപ്പോൾ ഹരിയുള്ളൂ. ഹരിൻ്റെ വീട് കുറച്ച് ദൂരം, നമ്മൾ അങ്ങോട്ട് ഇനിയിപ്പം എത്തുന്നില്ല. ഹരിനെ വിളിക്കാം. ദീപിച്ചേട്ടനെ ആൻസൺ ഇന്നലെ കണ്ടത്. ആൻസൺ കോതമംഗലം ഉണ്ടെന്ന് ഇങ്ങനെ കേട്ട്, ചെന്ന് നോക്കാം. അപ്പോൾ ബൈ. നമ്മളൊരു ഡ്രസ്സ് എടുക്കാനായിട്ട് ഇവിടെ, ഇതിൻ്റെ പേരെന്താ, അറ്റ്ലസ് അല്ലേ? അറ്റ്ലസ് എന്ന് പറഞ്ഞ ഷോപ്പിൽ വന്നതാണ്. അപ്പോൾ നമ്മൾ ബനിയൻസ് നോക്കുവാണ്. ബേസിലുണ്ട്. ഞാനൊരു ബ്ലൂ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ 2 കൂടി എടുക്കാമെന്ന് വെച്ചാൽ കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ സാധനം ഡ്രസ്സ് എടുത്തിട്ട് തിരിച്ച് വരുമായിരുന്നു. ഞങ്ങളപ്പോൾ വേറൊരു ആവശ്യത്തിന് ഇറങ്ങിയത്. അതെ, ഇനിയിപ്പം നല്ല ദൂരമുണ്ട് അങ്ങോട്ട്. റൂമിലെത്തണേൽ നല്ല മഴയും, തുണിയൊക്കെ ഫുള്ള് നനഞ്ഞു. ഞാനും കുളിച്ചെനിക്കാണിന്ന് തിരിച്ച് പോകട്ടെ. നല്ല സുഖമുണ്ട്. ഞങ്ങളിനിയിപ്പോൾ എങ്ങനെയെങ്കിലും MA പിടിച്ചിട്ട് MA കോളേജിൻ്റെ ഫ്രണ്ടിൽ നിൽക്കാനായിട്ട് MA കോളേജിൻ്റെ അതിലുള്ള വഴി ഷോർട്ട് ആഡ് ചെയ്താൽ. അപ്പം ബൈ. അപ്പം നല്ലൊരു മഴയോട് കൂടി കോതമംഗലം സീരീസ് ഞാൻ നിർത്തുകയാണ്. ടാറ്റാ, ബൈ ബൈ, സി യു.